വചനവയലൊരുക്കുന്ന 2026 ലോഗോസ് ക്വിസ് പഠന പരമ്പരയിലേക്ക് സ്വാഗതം. ഈ വർഷത്തെ പഠനഭാഗം 1 മുതൽ 4 വരെയും, സഭാപ്രസംഗകൻ 1 മുതൽ 6 വരെയും, വിശുദ്ധ യോഹന്നാൻ 1 മുതൽ 12 വരെയും, ഗലാത്യ 1 മുതൽ 6 വരെയും, 1 സാമുവേൽ 1 മുതൽ 7 വരെയുമാണ്. വചനവയലിലെ ലോഗോസ് ക്ലബിൽ അധ്യായങ്ങളുടെ അടിസ്ഥാനത്തിലും പുസ്തകങ്ങളുടെ അടിസ്ഥാനത്തിലും സിലബസിന്റെ അടിസ്ഥാനത്തിലും 100 കണക്കിന് സെറ്റ് ഓഫ് ക്വസ്റ്റ്യൻസ് ലഭിക്കുന്നതാണ്. വചനവയൽ ക്വിസ് പ്ലാറ്റ്ഫോമിൽ എല്ലാ ഞായറാഴ്ചയും രാത്രി 9:30 മോഡൽ ചോദ്യങ്ങൾ ലഭിക്കുന്നതാണ്. www.vajanavayal.com എന്ന സൈറ്റിലും ഗൂഗിൾ പ്ലേ സ്റ്റോറിലും വചനവയൽ ആപ്പ് ലഭിക്കുന്നതാണ്. ഇന്നത്തെ പഠനഭാഗത്തിലെ 1-ാം ചോദ്യം: ഈ കിണർ നൽകിയയാൾ ആര്? യോഹന്നാൻ 4-ാം അധ്യായത്തിൽ നിന്ന് കണ്ടെത്തുക. ശരിയായ ഉത്തരം ഓപ്ഷൻ സി, യാക്കോബ്. ക്വസ്റ്റ്യൻ നമ്പർ 2: യേശു തന്റെ ഭക്ഷണം എന്താണെന്ന് പറഞ്ഞു? യോഹന്നാൻ 4-ാം അധ്യായത്തിൽ നിന്ന് കണ്ടെത്തുക. ശരിയായ ഉത്തരം ഓപ്ഷൻ ബി, പിതാവിന്റെ ഇഷ്ടം പ്രവർത്തിക്കുക. ക്വസ്റ്റ്യൻ നമ്പർ 3: ഗലാത്യ 1-ാം അധ്യായം 2-ാം വാക്യത്തിൽ എന്നോടുകൂടെ എന്ന് ഉദ്ദേശിക്കുന്നത് ആരെയാണ്? ശരിയായ ഉത്തരം ഓപ്ഷൻ ഡി, പൗലോസ്ലീഹ. ക്വസ്റ്റ്യൻ നമ്പർ 4: കലവറക്കാരൻ വീഞ്ഞ് രുചിച്ചപ്പോൾ അതിന്റെ ഉറവിടം ആരാണ് അറിഞ്ഞിരുന്നത്? ശരിയായ ഉത്തരം ഓപ്ഷൻ സി, പരിചാരകർ. ക്വസ്റ്റ്യൻ നമ്പർ 5: ആരൊക്കെ മുഖേനയാണ് താൻ അപ്പസ്തോലനായിരിക്കുന്നത് എന്നാണ് പറയുന്നത്? ഗലാത്യ 1-ാം അധ്യായം 1-ാം വാക്യം. ശരിയായ ഉത്തരം ഓപ്ഷൻ എ, പിതാവും യേശുക്രിസ്തുവും. ക്വസ്റ്റ്യൻ നമ്പർ 6: റബ്ബി, അങ്ങ് ദൈവപുത്രനാണ്, ഇസ്രായേലിന്റെ രാജാവാണ്. ഇതാരാണ് യേശുവിനോട് പറഞ്ഞത്? ശരിയായ ഉത്തരം ഓപ്ഷൻ സി, നഥാനയേൽ. ക്വസ്റ്റ്യൻ നമ്പർ 7: പുത്രനിൽ വിശ്വസിക്കുന്നവന് എന്ത് ലഭിക്കുന്നു? വിശുദ്ധ യോഹന്നാൻ 3-ാം അധ്യായത്തിൽ പറയുന്നത്. ശരിയായ ഉത്തരം ഓപ്ഷൻ ഇ, നിത്യജീവൻ. ക്വസ്റ്റ്യൻ നമ്പർ 8: യേശു സമരിയക്കാരോടൊപ്പം എത്ര ദിവസം വസിച്ചു? യോഹന്നാൻ 4-ാം അധ്യായത്തിൽ നിന്ന് കണ്ടെത്തുക. ശരിയായ ഉത്തരം ഓപ്ഷൻ ബി, 2 ദിവസം. ക്വസ്റ്റ്യൻ നമ്പർ 9: യേശു കാനായിൽ ചെയ്ത അത്ഭുതം അവന്റെ അടയാളങ്ങളിൽ ഏതാണ്? ശരിയായ ഉത്തരം ഓപ്ഷൻ എ, 1-ാമത്തേത്. ക്വസ്റ്റ്യൻ നമ്പർ 10: 3-ാം ദിവസം വിവാഹ വിരുന്ന് നടന്ന സ്ഥലം ഏത്? ശരിയായ ഉത്തരം ഓപ്ഷൻ സി, കാന. ക്വസ്റ്റ്യൻ നമ്പർ 11: യൂദയായിലുള്ള ക്രിസ്തുവിന്റെ ആര് അപ്പോഴും എന്നെ നേരിട്ട് അറിഞ്ഞിരുന്നില്ല? ഗലാത്യ 1-ാം അധ്യായത്തിൽ നിന്ന് കണ്ടെത്തുക. ശരിയായ ഉത്തരം ഓപ്ഷൻ ബി, സഭകൾ. ക്വസ്റ്റ്യൻ നമ്പർ 12: പിറ്റേ ദിവസം അവൻ ഗലീലയിലേക്ക് പോകാനൊരുങ്ങി. ആര്? വിശുദ്ധ യോഹന്നാൻ 1-ാം അധ്യായത്തിൽ നിന്ന് കണ്ടെത്തുക. ശരിയായ ഉത്തരം ഓപ്ഷൻ ബി, യേശു. ക്വസ്റ്റ്യൻ നമ്പർ 13: അവൾ താമസിച്ചിരുന്ന സ്ഥലത്ത് നിന്ന് മരുമക്കളോടുകൂടെ പുറപ്പെട്ടു. യൂദയായിലേക്കുള്ള ഡാഷ് പൂരിപ്പിക്കുക. ശരിയായ ഉത്തരം ഓപ്ഷൻ എ, വഴിയിലെത്തി. ക്വസ്റ്റ്യൻ നമ്പർ 14: യാക്കോബ് വയൽ കൊടുത്തത് എവിടെയായിരുന്നു? യോഹന്നാൻ 4-ാം അധ്യായത്തിൽ നിന്ന് കണ്ടെത്തുക. ശരിയായ ഉത്തരം
ഓപ്ഷൻ ബി സിക്കാറിനടുത്ത്. ക്വസ്റ്റ്യൻ നമ്പർ 15. എന്ത് ചെയ്യുന്നതിൽ നമുക്ക് മടുപ്പ് തോന്നാതിരിക്കട്ടെ? എന്തെന്നാൽ നമുക്ക് മടുപ്പ് തോന്നാതിരുന്നാൽ യഥാകാലം വിളവെടുക്കാം. ഗലാത്യ 6-ാം അധ്യായത്തിൽ നിന്ന് കണ്ടെത്തുക. ശരിയായ ഉത്തരം ഓപ്ഷൻ ഇ നന്മ. ക്വസ്റ്റ്യൻ നമ്പർ 16. തിന്മ പ്രവർത്തിക്കുന്നവർ എന്തിനെ വെറുക്കുന്നു? ശരിയായ ഉത്തരം ഓപ്ഷൻ ബി പ്രകാശത്തെ. ക്വസ്റ്റ്യൻ നമ്പർ 17. ഞാൻ പോയി എന്നെ അനുവദിക്കുന്നവരുടെ ഡാഷ് കാലാ പെറുക്കട്ടെ എന്ന് മൊവാബിയയായ റൂത്ത് നവോമിയോട് ചോദിച്ചു. ശരിയായ ഉത്തരം ഓപ്ഷൻ സി വയലിൽ. ക്വസ്റ്റ്യൻ നമ്പർ 18. ദൈവം തന്റെ പുത്രനെ ഏതുദ്ദേശത്താൽ ലോകത്തിലേക്ക് അയച്ചുവെന്ന് പറയുന്നു? ശരിയായ ഉത്തരം ഓപ്ഷൻ എ ലോകം രക്ഷ പ്രാപിക്കാനായി. ക്വസ്റ്റ്യൻ നമ്പർ 19. ഗ്രാമങ്ങളിൽ നിന്ന് വളരെ പേർ തങ്ങളെ തന്നെ വിശുദ്ധീകരിക്കുന്നതിനായി ഏത് തിരുനാളിന് മുൻപാണ് ജെറുസലേമിലേക്ക് പോയത്? ശരിയായ ഉത്തരം ഓപ്ഷൻ സി പെസഹ. ക്വസ്റ്റ്യൻ നമ്പർ 20. കർത്താവിന്റെ സഹോദരനായ ആരെയല്ലാതെ അപ്പസ്തോലന്മാരിൽ മറ്റാരെയും ഞാൻ കണ്ടില്ല. ഗലാത്യ 1-ാം അധ്യായത്തിൽ ശ്ലീഹ പറയുന്നത്. ശരിയായ ഉത്തരം ഓപ്ഷൻ ഡി യാക്കോബിനെ. ക്വസ്റ്റ്യൻ നമ്പർ 21. വിശ്വാസം നീതിയായി പരിഗണിക്കപ്പെട്ടു. ആരെക്കുറിച്ചാണ് ശ്ലീഹ ഇപ്രകാരം പറയുന്നത്? ശരിയായ ഉത്തരം ഓപ്ഷൻ ബി അബ്രഹാം. ക്വസ്റ്റ്യൻ നമ്പർ 22. നഥാനയേൽ എവിടെയായിരുന്നു ഇരുന്നത് എന്ന് യേശു പറഞ്ഞു? ശരിയായ ഉത്തരം ഓപ്ഷൻ സി അത്തിമരത്തിന്റെ ചോട്ടിൽ. ക്വസ്റ്റ്യൻ നമ്പർ 23. മകളെ, സന്തുഷ്ടമായ കുടുംബജീവിതത്തിൽ നിന്നെ പ്രവേശിപ്പിക്കുക എൻ്റെ കടമയല്ലേ? നവോമി ഇത് പറഞ്ഞത് ആരോടാണ്? ശരിയായ ഉത്തരം ഓപ്ഷൻ എ റൂത്തിനോട്. ക്വസ്റ്റ്യൻ നമ്പർ 24. ആളുകൾ അവനെപ്പറ്റി രഹസ്യമായി പലതും പറഞ്ഞിരുന്നു. അവനൊരു നല്ല മനുഷ്യനാണ് എന്ന് ചിലർ പറഞ്ഞു. അല്ല, അവൻ ഡാഷ് വഴിപിഴപ്പിക്കുന്നു എന്ന് മറ്റു ചിലരും. പൂരിപ്പിക്കുക. ശരിയായ ഉത്തരം ഓപ്ഷൻ എ ജനങ്ങളെ. ക്വസ്റ്റ്യൻ നമ്പർ 25. സ്ത്രീ കുടം വച്ചിട്ട് എവിടേക്കാണ് പോയത്? യോഹന്നാൻ 4-ാം അധ്യായത്തിൽ നിന്ന് കണ്ടെത്തുക. ശരിയായ ഉത്തരം ഓപ്ഷൻ ബി വീട്ടിലേക്ക്. ക്വസ്റ്റ്യൻ നമ്പർ 26. എൽക്കാനയ്ക്ക് എത്ര ഭാര്യമാരുണ്ടായിരുന്നു? ശരിയായ ഉത്തരം ഓപ്ഷൻ എ 2. ക്വസ്റ്റ്യൻ നമ്പർ 27. യഹൂദർ യേശുവിനോട് ചോദിച്ചപ്പോൾ യേശു എത്ര ദിവസത്തിനകം ദേവാലയം പുനരുദ്ധരിക്കുമെന്ന് പറഞ്ഞു? ശരിയായ ഉത്തരം ഓപ്ഷൻ സി 3 ദിവസം. ക്വസ്റ്റ്യൻ നമ്പർ 28. ഫരിസേയർ കേട്ടത് എവിടെ നിന്നാണ് യേശു കൂടുതൽ ശിഷ്യരെ ശിഷ്യപ്പെടുത്തുന്നു എന്ന്? യോഹന്നാൻ 4-ാം അധ്യായത്തിൽ നിന്ന് കണ്ടെത്തുക. ശരിയായ ഉത്തരം ഓപ്ഷൻ സി യൂദയായിൽ. ക്വസ്റ്റ്യൻ നമ്പർ 29. യഹൂദർ യേശുവിനോട് അടയാളം ചോദിച്ചത് എവിടെയായിരുന്നു? യോഹന്നാൻ 2-ാം അധ്യായത്തിൽ നിന്ന് കണ്ടെത്തുക. ശരിയായ ഉത്തരം ഓപ്ഷൻ എ യെരുശലേം ദേവാലയത്തിൽ. ക്വസ്റ്റ്യൻ നമ്പർ 30. ജനങ്ങൾ യേശുവിനെ പിന്തുടർന്നത് എന്തുകൊണ്ടാണ്? യോഹന്നാൻ 6-ാം അധ്യായത്തിൽ നിന്ന് കണ്ടെത്തുക. ശരിയായ ഉത്തരം ഓപ്ഷൻ ബി രോഗികളിൽ ചെയ്ത അടയാളങ്ങൾ കണ്ടതിനാൽ. ക്വസ്റ്റ്യൻ നമ്പർ 31.
ഫിലിസ്ത്യർ ദൈവത്തിന്റെ പേടകം എവിടെ സ്ഥാപിച്ചു? ശരിയായ ഉത്തരം ഓപ്ഷൻ ബി, ദാഗോന്റെ ക്ഷേത്രത്തിലെ പ്രതിഷ്ഠയ്ക്ക് സമീപം. ക്വസ്റ്റ്യൻ നമ്പർ 32. ആ വെളിച്ചം എവിടെയാണ് പ്രകാശിക്കുന്നത്? ശരിയായ ഉത്തരം ഓപ്ഷൻ സി, ഇരുളിൽ. ക്വസ്റ്റ്യൻ നമ്പർ 33. യേശുവിന്റെ പേര് പരാമർശിക്കപ്പെടുന്ന ആദ്യ വാക്യം ഏത്? ശരിയായ ഉത്തരം ഓപ്ഷൻ സി, യോഹന്നാൻ 1-17 വാക്യം. ക്വസ്റ്റ്യൻ നമ്പർ 34. മനുഷ്യപുത്രനായതിനാൽ വിധിക്കാനുള്ള അധികാരം അവന് നൽകിയിരിക്കുന്നു എന്ന് പറഞ്ഞത് ആര്? യോഹന്നാൻ 5-ാം നിന്ന് കണ്ടെത്തുക. ശരിയായ ഉത്തരം ഓപ്ഷൻ സി, യേശു. ക്വസ്റ്റ്യൻ നമ്പർ 35. അജകവാടത്തിനടുത്ത് ഏത് കുളമുണ്ടായിരുന്നു? യോഹന്നാൻ 5-ാം നിന്ന് കണ്ടെത്തുക. ശരിയായ ഉത്തരം ഓപ്ഷൻ സി, ബേത്സൈദ. ക്വസ്റ്റ്യൻ നമ്പർ 36. ബോവാസ് ഡാഷ് ചെന്നു. അപ്പോൾ മുൻപ് പറഞ്ഞ ബന്ധു അവിടെ വന്നു. ബോവാസ് അവനോട് പറഞ്ഞു, സ്നേഹിത, ഇവിടെ വന്ന് അല്പനേരം ഇരിക്കൂ. അവൻ അങ്ങനെ ചെയ്തു. പൂരിപ്പിക്കുക. ശരിയായ ഉത്തരം ഓപ്ഷൻ സി, നഗരവാതിൽക്കൽ. ക്വസ്റ്റ്യൻ നമ്പർ 37. ബേത്സൈദ കുളത്തിന് എത്ര മണ്ഡപങ്ങൾ ഉണ്ടായിരുന്നു? യോഹന്നാൻ 5-ാം നിന്ന് കണ്ടെത്തുക. ശരിയായ ഉത്തരം ഓപ്ഷൻ ഡി, 5. ക്വസ്റ്റ്യൻ നമ്പർ 38. ന്യായാധിപന്മാരുടെ ഡാഷ് നാട്ടിൽ ക്ഷാമമുണ്ടായി. അന്ന് യൂദായിലെ ഒരു ബെത്ലഹേംകാരൻ ഭാര്യയും പുത്രന്മാർ ഇരുവരുമൊത്ത് മോവാബ് ദേശത്ത് കുടിയേറി പാർത്തു. റൂത്ത് 1-ാം നിന്ന് പൂരിപ്പിക്കുക. ശരിയായ ഉത്തരം ഓപ്ഷൻ ബി, ഭരണകാലത്ത്. ക്വസ്റ്റ്യൻ നമ്പർ 39. സമരിയക്കാരി യേശുവിനോട് അപേക്ഷിച്ചത് എന്തിനാണ്? യോഹന്നാൻ 4-ാം നിന്ന് കണ്ടെത്തുക. ശരിയായ ഉത്തരം ഓപ്ഷൻ എ, ജീവജലം തരാൻ. ക്വസ്റ്റ്യൻ നമ്പർ 40. കിലിയോനിന്റെ സഹോദരൻ ആര്? ശരിയായ ഉത്തരം ഓപ്ഷൻ ഡി, മഹലോൻ. ക്വസ്റ്റ്യൻ നമ്പർ 41. യേശു പറഞ്ഞത് എന്റെ സമയം ഇനിയും ആയിട്ടില്ല, ഇതാരോട് പറഞ്ഞതാണ്? ശരിയായ ഉത്തരം ഓപ്ഷൻ ബി, അമ്മയോട്. ക്വസ്റ്റ്യൻ നമ്പർ 42. ദൈവത്തെ അറിയാതിരുന്ന അന്ന് നിങ്ങൾ യഥാർത്ഥത്തിൽ ഡാഷ് സേവിച്ചു. പൂരിപ്പിക്കുക. ശരിയായ ഉത്തരം ഓപ്ഷൻ ബി, ദൈവമല്ലാത്തവയെ. ക്വസ്റ്റ്യൻ നമ്പർ 43. യേശു ഗലീലയിൽ ചുറ്റി സഞ്ചരിച്ചു കൊണ്ടിരുന്നു. യഹൂദർ അവനെ വധിക്കാൻ അവസരം പാർത്തിരുന്നതിനാൽ എവിടെ സഞ്ചരിക്കാൻ അവൻ ഇഷ്ടപ്പെട്ടില്ല. ശരിയായ ഉത്തരം ഓപ്ഷൻ ബി, യൂദയായിൽ. ക്വസ്റ്റ്യൻ നമ്പർ 44. ഫിലിപ്പോസ് 200 ദനാറിന്റെ അപ്പം മതി കയ്യിലില്ലെന്ന് പറഞ്ഞത് എപ്പോഴാണ്? ശരിയായ ഉത്തരം ഓപ്ഷൻ എ, യേശു ചോദിച്ചപ്പോൾ. ക്വസ്റ്റ്യൻ നമ്പർ 45. തലമുറകൾ വരുന്നു പോകുന്നു, എന്താണ് നിലനിൽക്കുന്നത്? ശരിയായ ഉത്തരം ഓപ്ഷൻ ഡി, ഭൂമി. ക്വസ്റ്റ്യൻ നമ്പർ 46. നിങ്ങൾ മക്കളായതുകൊണ്ട് ആബാ പിതാവേ എന്ന് വിളിക്കുന്ന തന്റെ പുത്രന്റെ ആത്മാവിനെ ഡാഷ് നമ്മുടെ ഹൃദയത്തിലേക്ക് അയച്ചിരിക്കുന്നു. ഗലാത്യ 4-ാം അധ്യായത്തിൽ നിന്ന് പൂരിപ്പിക്കുക.
ശരിയായ ഉത്തരം ഓപ്ഷൻ ഡി, ദൈവം. ക്വസ്റ്റ്യൻ നമ്പർ 47. എപ്പോൾ ദൈവകോപം മനുഷ്യനിൽ നിലനിൽക്കും? യോഹന്നാൻ 3-ാം അധ്യായത്തിൽ നിന്ന് കണ്ടെത്തുക. ശരിയായ ഉത്തരം ഓപ്ഷൻ എ, അവൻ പുത്രനെ അനുസരിക്കാതിരിക്കുമ്പോൾ. ക്വസ്റ്റ്യൻ നമ്പർ 48. എന്തുകൊണ്ടാണ് യേശുവിന് വിധിക്കാനുള്ള അധികാരം നൽകപ്പെട്ടത്? യോഹന്നാൻ 5-ാം അധ്യായത്തിൽ നിന്ന് കണ്ടെത്തുക. ശരിയായ ഉത്തരം ഓപ്ഷൻ എ, മനുഷ്യപുത്രനായതുകൊണ്ട്. ക്വസ്റ്റ്യൻ നമ്പർ 49. മരുഭൂമിയിൽ പിതാക്കന്മാർ ഭക്ഷിച്ച വസ്തു എന്ത്? യോഹന്നാൻ 6-ാം അധ്യായത്തിൽ നിന്ന് കണ്ടെത്തുക. ശരിയായ ഉത്തരം ഓപ്ഷൻ എ, മന്ന. ക്വസ്റ്റ്യൻ നമ്പർ 50. ഏത് വചനത്തിലാണ് യഥാർത്ഥ വെളിച്ചം ലോകത്തിലേക്ക് വരുന്നതായി പറയുന്നു? ശരിയായ ഉത്തരം ഓപ്ഷൻ സി, യോഹന്നാൻ 1-ാം അധ്യായം 9-ാം വാക്യം. ക്വസ്റ്റ്യൻ നമ്പർ 51. അവൻ ഉറങ്ങാൻ കിടക്കുന്ന സ്ഥലം നോക്കി വയ്ക്കുക. പിന്നീട് നീ ചെന്ന് അവന്റെ കാലിൽ നിന്ന് പുതപ്പ് മാറ്റി അവിടെ ഡാഷ്. റൂത്ത് 3-ാം അധ്യായത്തിൽ നിന്ന് പൂരിപ്പിക്കുക. ശരിയായ ഉത്തരം ഓപ്ഷൻ ഇ, കിടക്കുക. ക്വസ്റ്റ്യൻ നമ്പർ 52. ദൈവത്തിന്റെ പേടകം എക്രോണിൽ എത്തിയപ്പോൾ എന്ത് സംഭവിച്ചു? ശരിയായ ഉത്തരം ഓപ്ഷൻ എ, തദ്ദേശവാസികൾ മുറവിളി കൂട്ടി. ക്വസ്റ്റ്യൻ നമ്പർ 53. നിങ്ങൾ ക്രിസ്തുവിനുള്ളവരാണെങ്കിൽ അബ്രഹാത്തിന്റെ സന്തതികളാണ്, എന്തനുസരിച്ചുള്ള അവകാശികളുമാണ്? ഗലാത്യ 3-ാം അധ്യായത്തിൽ നിന്ന് കണ്ടെത്തുക. ശരിയായ ഉത്തരം ഓപ്ഷൻ ഡി, വാഗ്ദാനം. ക്വസ്റ്റ്യൻ നമ്പർ 54. തന്റെ ജീവനെ ഡാഷ് അത് നഷ്ടപ്പെടുത്തുന്നു. ഈ ലോകത്തിൽ തന്റെ ജീവനെ ദ്വേഷിക്കുന്നവൻ നിത്യജീവനിലേക്ക് അതിനെ കാത്തു സൂക്ഷിച്ചു. പൂരിപ്പിക്കുക. ശരിയായ ഉത്തരം ഓപ്ഷൻ എ, സ്നേഹിക്കുന്നവൻ. ക്വസ്റ്റ്യൻ നമ്പർ 55. സഹോദരരെ, ഒരുവൻ എന്തെങ്കിലും തെറ്റിലകപ്പെട്ടാൽ ആത്മീയരായ നിങ്ങൾ സൗമ്യതയോടെ അവനെ വീണ്ടെടുക്കുവിൻ. ഡാഷ് പ്രലോഭിതരാകാതിരിക്കാൻ ശ്രദ്ധിച്ചുകൊള്ളുവിൻ. ഗലാത്യ 6-ാം അധ്യായത്തിൽ നിന്ന് പൂരിപ്പിക്കുക. ശരിയായ ഉത്തരം ഓപ്ഷൻ ബി, നിങ്ങളും. ക്വസ്റ്റ്യൻ നമ്പർ 56. എൽക്കാന ഹന്നായെ പ്രാപിക്കുകയും ആര് അവളെ അനുസ്മരിക്കുകയും ചെയ്തു? ശരിയായ ഉത്തരം ഓപ്ഷൻ ബി, കർത്താവ്. ക്വസ്റ്റ്യൻ നമ്പർ 57. സ്വമേധയാ സംസാരിക്കുന്നവൻ സ്വന്തം ഡാഷ് അന്വേഷിക്കുന്നു, എന്നാൽ തന്റെ അയച്ചവന്റെ മാത്രം അന്വേഷിക്കുന്നവൻ സത്യവാനാണ്, അവനിൽ അനീതിയില്ല. പൂരിപ്പിക്കുക. ശരിയായ ഉത്തരം ഓപ്ഷൻ ഡി, മഹത്വം. ക്വസ്റ്റ്യൻ നമ്പർ 58. നിങ്ങൾ തിരുനാളിന് പോയിക്കൊള്ളുവിൻ, ഞാൻ ഈ ഡാഷ് പോകുന്നില്ല, എന്നാൽ എന്റെ സമയം ഇനിയും പൂർത്തിയായിട്ടില്ല. പൂരിപ്പിക്കുക. ശരിയായ ഉത്തരം ഓപ്ഷൻ ഡി, തിരുനാളിന്. ക്വസ്റ്റ്യൻ നമ്പർ 59. ഫിലിസ്തീർ ദൈവത്തിന്റെ പേടകം കൈവശപ്പെടുത്തി എവിടേക്ക് കൊണ്ടുപോയി? ശരിയായ ഉത്തരം ഓപ്ഷൻ എ, അഷ്ദോദിലേക്ക്. ക്വസ്റ്റ്യൻ നമ്പർ 60. കാരണം അത് മിഥ്യയിൽ ജനിച്ച് അന്ധകാരത്തിലേക്ക് പോകുന്നു, അതിന്റെ ഡാഷ് അവിടെ തിരോഭവിക്കുന്നു. പൂരിപ്പിക്കുക.
ശരിയായ ഉത്തരം ഓപ്ഷൻ ഡി, നാമം. ക്വസ്റ്റ്യൻ നമ്പർ 61. ആരാണ് വെറും മൃഗങ്ങളാണ് അവരെ കാണിക്കാൻ വേണ്ടി ദൈവം പരീക്ഷിക്കുകയായിരുന്നു എന്നാണ് കരുതിയത്? ശരിയായ ഉത്തരം ഓപ്ഷൻ ഇ, മനുഷ്യമക്കൾ. ക്വസ്റ്റ്യൻ നമ്പർ 62. ന്യായാധിപന്മാരുടെ ഡാഷ് നാട്ടിൽ ക്ഷാമമുണ്ടായി. അന്ന് യൂദായിലെ ഒരു ബെത്ലഹേംകാരൻ ഭാര്യയും പുത്രന്മാർ ഇരുവരുമൊത്ത് മോവാബ് ദേശത്ത് കുടിയേറി പാർത്തു. റൂത്ത് 1-ാം അധ്യായത്തിൽ നിന്ന് പൂരിപ്പിക്കുക. ശരിയായ ഉത്തരം ഓപ്ഷൻ ബി, ഭരണകാലത്ത്. ക്വസ്റ്റ്യൻ നമ്പർ 63. ഏലിയുടെ പുത്രന്മാരായ ഹോഫ്നിയും ഫിനെഹാസും ആയിരുന്നു അവിടെ കർത്താവിന്റെ ആര്? ശരിയായ ഉത്തരം ഓപ്ഷൻ ഡി, പുരോഹിതന്മാർ. ക്വസ്റ്റ്യൻ നമ്പർ 64. തിരുനാൾ പകുതിയായപ്പോൾ യേശു ദേവാലയത്തിൽ ചെന്ന് എന്ത് ചെയ്തു തുടങ്ങി? ശരിയായ ഉത്തരം ഓപ്ഷൻ എ, പഠിപ്പിച്ചു. ക്വസ്റ്റ്യൻ നമ്പർ 65. നവോമിയും റൂത്തും ബെത്ലഹേമിൽ എത്തി പട്ടണം മുഴുവൻ അവരെ കണ്ട് വിസ്മയിച്ചു. ഇത് നവോമിയോ എന്ന് പരസ്പരം ചോദിച്ചത് ആര്? ശരിയായ ഉത്തരം ഓപ്ഷൻ ഇ, സ്ത്രീകൾ. ക്വസ്റ്റ്യൻ നമ്പർ 66. ഏലി ഒരു ദിവസം തന്റെ മുറിയിൽ കിടക്കുകയായിരുന്നു. അവനൊന്നും കാണാൻ കഴിയാത്ത വിധം കാഴ്ച ഡാഷ് തുടങ്ങിയിരുന്നു. 1 സാമുവൽ 3-ാം അധ്യായത്തിൽ നിന്ന് പൂരിപ്പിക്കുക. ശരിയായ ഉത്തരം ഓപ്ഷൻ എ, മങ്ങി. ക്വസ്റ്റ്യൻ നമ്പർ 67. അവർ വീണ്ടും പൊട്ടിക്കരഞ്ഞു. ഓർഫ അമ്മായിയമ്മയെ ചുംബിച്ച് വിടവാങ്ങി. ആരാണ് അവളെ പിരിയാതെ നിന്നത്? ശരിയായ ഉത്തരം ഓപ്ഷൻ എ, റൂത്ത്. ക്വസ്റ്റ്യൻ നമ്പർ 68. നിയമാനുഷ്ഠാനത്തിൽ ആശ്രയമർപ്പിക്കുന്ന എല്ലാവരും എന്തിന് വിധേയരാണ്? ശരിയായ ഉത്തരം ഓപ്ഷൻ ബി, ശാബത്തിന്. ക്വസ്റ്റ്യൻ നമ്പർ 69. ആകയാൽ വിശ്വാസമുള്ളവർ വിശ്വാസിയായ അബ്രാഹത്തോടൊത്ത് എന്ത് പ്രാപിക്കുന്നു? ഗലാത്യ 3-ാം അധ്യായത്തിൽ എന്ത് പറയുന്നു? ശരിയായ ഉത്തരം ഓപ്ഷൻ ഡി, അനുഗ്രഹം. ക്വസ്റ്റ്യൻ നമ്പർ 70. ഫിലിസ്തീർ ഇസ്രായേലിയരുടെ ദൈവത്തിന് എന്താണ് പ്രകീർത്തിക്കേണ്ടത്? ശരിയായ ഉത്തരം ഓപ്ഷൻ എ, മഹിമയെ. ക്വസ്റ്റ്യൻ നമ്പർ 71. എല്ലാ മിഥ്യയും പാഴ്വേലയുമാണ്, അതുകൊണ്ട് എന്ത് ബോധ്യമായി? ശരിയായ ഉത്തരം ഓപ്ഷൻ എ, സൂര്യന് കീഴെ ഒരു നേട്ടവുമില്ല. ക്വസ്റ്റ്യൻ നമ്പർ 72. റൂത്തിന്റെ പുത്രൻ ആര്? ശരിയായ ഉത്തരം ഓപ്ഷൻ ബി, ഓബദ്. ക്വസ്റ്റ്യൻ നമ്പർ 73. ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ഡാഷ് കൂടെയായിരുന്നു, വചനം ദൈവമായിരുന്നു. വിശുദ്ധ യോഹന്നാൻ 1-ാം അധ്യായത്തിൽ നിന്ന് പൂരിപ്പിക്കുക. ശരിയായ ഉത്തരം ഓപ്ഷൻ ഡി, ദൈവത്തോട്. ക്വസ്റ്റ്യൻ നമ്പർ 74. ഗ്രാമങ്ങളിൽ നിന്ന് വളരെ പേർ തങ്ങളെ തന്നെ വിശദീകരിക്കുന്നതിനായി ഏത് തിരുനാളിന് മുൻപ് ആണ് ജെറുസലേമിലേക്ക് പോയത്? ശരിയായ ഉത്തരം ഓപ്ഷൻ സി, പെസഹ. ക്വസ്റ്റ്യൻ നമ്പർ 75. 2 എന്തിനെ കൊണ്ടുവന്ന്
വണ്ടിക്ക് കെട്ടി കിടാക്കളെ വീട്ടിൽ നിർത്തി. 1 സാമുവേൽ 6-ാം അധ്യായത്തിൽ പറയുന്നത്. ശരിയായ ഉത്തരം ഓപ്ഷൻ എ, കറവ പശുക്കളെ. ക്വസ്റ്റ്യൻ നമ്പർ 76. ഫരിസേയരിൽ ആരെന്ന പേരായ ഒരു യഹൂദ പ്രമാണി ഉണ്ടായിരുന്നു. ശരിയായ ഉത്തരം ഓപ്ഷൻ എ, നിക്കോദമോസ്. ക്വസ്റ്റ്യൻ നമ്പർ 77. ഡാഷ് 2 ഭാര്യമാരുണ്ടായിരുന്നു, ഹന്നായും പെനീനായും. പെനീനായ്ക്ക് മക്കളുണ്ടായിരുന്നു, ഹന്നായ്ക്കാകട്ടെ മക്കളില്ലായിരുന്നു. 1 സാമുവേൽ 1-ാം അധ്യായത്തിൽ നിന്ന് പൂരിപ്പിക്കുക. ശരിയായ ഉത്തരം ഓപ്ഷൻ എ, എൽക്കാനയ്ക്ക്. ക്വസ്റ്റ്യൻ നമ്പർ 78. തലമുറകൾ വരുന്നു പോകുന്നു, എന്താണ് നിലനിൽക്കുന്നത്? ശരിയായ ഉത്തരം ഓപ്ഷൻ ഡി, ഭൂമി. ക്വസ്റ്റ്യൻ നമ്പർ 79. ദൈവം നമ്മുടെ ഹൃദയത്തിലേക്ക് അയച്ചിരിക്കുന്ന ആത്മാവിന്റെ പ്രത്യേകത എന്താണ്? ശരിയായ ഉത്തരം ഓപ്ഷൻ ബി, ആബാ പിതാവേ എന്ന് വിളിക്കുന്ന പുത്രന്റെ ആത്മാവ്. ക്വസ്റ്റ്യൻ നമ്പർ 80. നിങ്ങൾ ക്രിസ്തുവിനുള്ളവരാണെങ്കിൽ അബ്രാഹത്തിന്റെ ഡാഷ് ആണ്, വാഗ്ദാനം അനുസരിച്ചുള്ള അവകാശികളുമാണ്. പൂരിപ്പിക്കുക. ശരിയായ ഉത്തരം ഓപ്ഷൻ ബി, സന്തതികൾ. ക്വസ്റ്റ്യൻ നമ്പർ 81. വിവാഹം നടന്ന കാനായിൽ എത്ര കൽവർണികൾ ഉണ്ടായിരുന്നു? ശരിയായ ഉത്തരം ഓപ്ഷൻ ഡി, 6. ക്വസ്റ്റ്യൻ നമ്പർ 82. നിങ്ങൾ മക്കളായതുകൊണ്ട് ആബാ പിതാവേ എന്ന് വിളിക്കുന്ന തൻ്റെ ആരുടെ ആത്മാവിനെ ദൈവം നമ്മുടെ ഹൃദയത്തിലേക്ക് അയച്ചിരിക്കുന്നു? ഗലാത്യ 4-ാം അധ്യായത്തിൽ നിന്ന് കണ്ടെത്തുക. ശരിയായ ഉത്തരം ഓപ്ഷൻ എ, പുത്രന്റെ. ക്വസ്റ്റ്യൻ നമ്പർ 83. ജനക്കൂട്ടം അവനെക്കുറിച്ച് പിറുപിറുക്കുന്നത് ഫരിസേയർ കേട്ടു. പുരോഹിത പ്രമുഖന്മാരും ഡാഷ് അവനെ ബന്ധിക്കാൻ സേവകരെ അയച്ചു. പൂരിപ്പിക്കുക. ശരിയായ ഉത്തരം ഓപ്ഷൻ ഡി, ഫരിസേയരും. ക്വസ്റ്റ്യൻ നമ്പർ 84. പശുക്കൾ ബത്ശേമെശിലേക്കുള്ള പെരുവഴിയിലൂടെ അമറിക്കൊണ്ട് എപ്രകാരമാണ് പോയത്? ശരിയായ ഉത്തരം ഓപ്ഷൻ ബി, ഇടം വലം നോക്കാതെ നേരെ പോയി. ക്വസ്റ്റ്യൻ നമ്പർ 85. എപ്പോഴാണ് നമ്മൾ പ്രകൃതിയുടെ ശക്തികൾക്ക് അടിമപ്പെട്ടിരിക്കുന്നു എന്ന് പൗലോസ് ഗലാത്യ 4-ാം അധ്യായത്തിൽ പറയുന്നത്? ശരിയായ ഉത്തരം ഓപ്ഷൻ ഇ, ശിശുക്കളായിരുന്നപ്പോൾ. ക്വസ്റ്റ്യൻ നമ്പർ 86. അവൻ മറുപടി പറഞ്ഞു, മകളെ, കർത്താവ് നിന്നെ അനുഗ്രഹിക്കട്ടെ. നീ ഇപ്പോൾ കാണിച്ചിരിക്കുന്ന ഡാഷ് ആദ്യത്തേതിലും വലുതാണ്. ശരിയായ ഉത്തരം ഓപ്ഷൻ ഡി, ഔദാര്യം. ക്വസ്റ്റ്യൻ നമ്പർ 87. നിങ്ങൾ പ്രകാശത്തിന് മക്കളാകേണ്ടതിന് നിങ്ങൾക്ക് പ്രകാശമുള്ളപ്പോൾ അതിൽ എന്ത് ചെയ്യുവിൻ? ശരിയായ ഉത്തരം ഓപ്ഷൻ ബി, വിശ്വസിക്കുവിൻ. ക്വസ്റ്റ്യൻ നമ്പർ 88. സ്വാതന്ത്ര്യത്തിലേക്ക് നമ്മെ മോചിപ്പിച്ചതാര്? ശരിയായ ഉത്തരം ഓപ്ഷൻ എ, ക്രിസ്തു. ക്വസ്റ്റ്യൻ നമ്പർ 89. യേശുവിന്റെ വിധി എപ്രകാരമാണ്? ശരിയായ ഉത്തരം ഓപ്ഷൻ സി, നീതിപൂർവകം. ക്വസ്റ്റ്യൻ നമ്പർ 90. ഇസ്രായേൽ മുഴുവൻ ഇവിടെ ഒരുമിച്ച് കൂട്ടട്ടെ എന്നാണ് സാമുവൽ പറഞ്ഞത്? ശരിയായ ഉത്തരം ഓപ്ഷൻ ബി, മിസ്പായിൽ.
ക്വസ്റ്റ്യൻ നമ്പർ 91. ആരെ അറിയാതിരുന്ന അന്ന് നിങ്ങൾ യഥാർത്ഥത്തിൽ ദൈവമല്ലാത്തവയെ സേവിച്ചത്? ശരിയായ ഉത്തരം ഓപ്ഷൻ എ, ദൈവത്തെ. ക്വസ്റ്റ്യൻ നമ്പർ 92. ജെസ്സിയുടെ പിതാവാര്? ശരിയായ ഉത്തരം ഓപ്ഷൻ ഡി, ഓബദ്. ക്വസ്റ്റ്യൻ നമ്പർ 93. എന്നാൽ യേശുക്രിസ്തുവിലുള്ള ഞങ്ങളുടെ സ്വാതന്ത്ര്യത്തെ ചൂഷണം ചെയ്ത് ഞങ്ങളെ അടിമത്തത്തിൽ ചെന്നെത്തിക്കുന്നതിന് ഡാഷ് സഹോദരന്മാർ രഹസ്യത്തിൽ കടന്നുകൂടി. ശരിയായ ഉത്തരം ഓപ്ഷൻ ഡി, വ്യാജ. ക്വസ്റ്റ്യൻ നമ്പർ 94. ക്രിസ്തു ആരുടെ സന്താന പരമ്പരയിൽ പെട്ടതാണ്? ശരിയായ ഉത്തരം ഓപ്ഷൻ എ, ദാവീദിന്റെ. ക്വസ്റ്റ്യൻ നമ്പർ 95. ഈശോ എവിടെ വെച്ചാണ് രാജസേവകന്റെ മകനെ സുഖപ്പെടുത്തിയത്? ശരിയായ ഉത്തരം ഓപ്ഷൻ എ, ഗലീലയിൽ വെച്ച്. ക്വസ്റ്റ്യൻ നമ്പർ 96. തിരുനാൾ പകുതിയായപ്പോൾ യേശു ദേവാലയത്തിൽ ചെന്ന് എന്ത് ചെയ്തു തുടങ്ങി? ശരിയായ ഉത്തരം ഓപ്ഷൻ എ, പഠിപ്പിച്ച്. ക്വസ്റ്റ്യൻ നമ്പർ 97. എൽക്കാനയ്ക്ക് 2 ഡാഷ്, ഹന്നായും പെനീനായും. പെനീനായ്ക്ക് മക്കളുണ്ടായിരുന്നു, ഹന്നായ്ക്കാകട്ടെ മക്കളില്ലായിരുന്നു. 1 സാമുവേൽ 1-ാം അധ്യായത്തിൽ നിന്ന് പൂരിപ്പിക്കുക. ശരിയായ ഉത്തരം ഓപ്ഷൻ സി, ഭാര്യമാരുണ്ടായിരുന്നു. ക്വസ്റ്റ്യൻ നമ്പർ 98. എലിമലകിന്റെ ഭാര്യ ആര്? ശരിയായ ഉത്തരം ഓപ്ഷൻ എ, നവോമി. ക്വസ്റ്റ്യൻ നമ്പർ 99. ഏലിയുടെ സാന്നിധ്യത്തിൽ ബാലനായ ആര് കർത്താവിന് ശുശ്രൂഷ ചെയ്തു പോന്നു? 1 സാമുവേൽ 3-ാം അധ്യായത്തിൽ പറയുന്നത്. ശരിയായ ഉത്തരം ഓപ്ഷൻ സി, സാമുവൽ. ക്വസ്റ്റ്യൻ നമ്പർ 100. ഹന്ന എവിടെയാണ് പ്രാർത്ഥിച്ചത്? ശരിയായ ഉത്തരം ഓപ്ഷൻ എ, ദൈവസന്നിധിയിൽ. നന്ദി. വചനവയൽ ഒരുക്കുന്ന 2026 ലോഗോസ് ക്വിസ് പഠന പരമ്പരയിലേക്ക് സ്വാഗതം. ഈ വർഷത്തെ പഠനഭാഗം റൂത്ത് 1 മുതൽ 4 വരെയും സഭാപ്രസംഗകൻ 1 മുതൽ 6 വരെയും വിശുദ്ധ യോഹന്നാൻ 1 മുതൽ 12 വരെയും ഗലാത്യ 1 മുതൽ 6 വരെയും 1 സാമുവേൽ 1 മുതൽ 7 വരെയുമാണ്. വചനവയലിലെ ലോഗോസ് ക്ലബിൽ അധ്യായങ്ങളുടെ അടിസ്ഥാനത്തിലും പുസ്തകങ്ങളുടെ അടിസ്ഥാനത്തിലും സിലബസിന്റെ അടിസ്ഥാനത്തിലും 100 കണക്കിന് സെറ്റ് ഓഫ് ക്വസ്റ്റ്യൻസ് ലഭിക്കുന്നതാണ്. വചനവയൽ ക്വിസ് പ്ലാറ്റ്ഫോമിൽ എല്ലാ ഞായറാഴ്ചയും രാത്രി 9:30 മോഡൽ ചോദ്യങ്ങൾ ലഭിക്കുന്നതാണ്. www.vajanavayal.com എന്ന സൈറ്റിലും ഗൂഗിൾ പ്ലേ സ്റ്റോറിലും വചനവയൽ ആപ്പ് ലഭിക്കുന്നതാണ്. വചനവയൽ ആപ്പ് എക്കാലത്തെയും വചന പഠനത്തിനുള്ള ബൈബിൾ ക്വിസുകൾക്കുള്ള ഉത്തമ സഹായി. ഇന്നു തന്നെ ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്ന് വചനവയൽ ആപ്പ് ഡൗൺലോഡ് ചെയ്ത് വിവിധ ക്വിസുകൾക്കായി പഠിക്കാൻ ഈ ബുക്കുകൾ സ്വന്തമാക്കൂ. ലോഗോസ് ക്ലബ് അംഗത്വമെടുത്ത് ലോഗോസിനായി ഒരുങ്ങാം. വചനവയൽ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് മത്സര റിസൾട്ടുകൾ ആദ്യം അറിയാം. www.vajanavayal.com എന്ന സൈറ്റിലും ഈ ആപ്പ് ലഭ്യമാണ്. എക്കാലത്തെയും ബൈബിൾ ക്വിസുകൾക്കും സഭാവിജ്ഞാന ക്വിസുകൾക്കും പരീക്ഷകൾക്കും വേദപാഠ പരീക്ഷകൾക്കും സഹായിക്കുന്ന 1,00,000-ൽ പരം ചോദ്യോത്തരങ്ങൾ. എക്കാലത്തെയും ബൈബിൾ ക്വിസുകൾക്കായുള്ള പഠന സഹായം വചനവയൽ ആപ്പ്.